ഏത് തരത്തിലാണ് ഉത്തർപ്രദേശിനെ യോഗി ആദിത്യനാഥ് മാറ്റിയെടുത്തത് ഗുണ്ടാരാജിൽ നിന്നും, അതേപോലെ തന്നെ ജനങ്ങളുടെ ഏറ്റവും വലിയ പരിതാപകരമായുള്ള അവസ്ഥയിൽ നിന്നും മാറ്റിയെടുത്തത്? ഈ മാറ്റിയെടുത്തുള്ള അവസ്ഥയ്ക്ക് ബംഗാളിനെ സംബന്ധിച്ചുകൊണ്ട് അവിടെ ഒരിക്കലും ഉത്തർപ്രദേശിനെ പോലെ തന്നെയാണ്. അവിടെ മുസ്ലിങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അവിടെ മറ്റുള്ള ആളുകൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ പ്രധാനമായിട്ട് വരുന്നത് വിദേശികളെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബംഗാളിൻ്റെ ഉന്നമനം ലാക്കാക്കിക്കൊണ്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യലാണ്. അങ്ങനെ അവിടെ റോഡിൻ്റെ വികസനം വേണ്ടി വരും, അത് അനിവാര്യമാണ്. അവിടെയുള്ള കെട്ടിടങ്ങൾ സംരക്ഷിക്കേണ്ടി വരും, അവിടെയുള്ള ഗതാഗതങ്ങൾ സാധാരണക്കാക്കേണ്ടി വരും, തൊഴിൽ കിട്ടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും, തൊഴിൽ ശാലകൾ പുതുതായിട്ട് ആരംഭിക്കേണ്ടി വരും. ഒരു കാലത്ത് അവിടെ ഒരു തൊഴിൽ ശാലയില്ല. അവിടുത്തെ വളരെ ദയനീയമാണ് അവസ്ഥ. ആളുകൾക്ക് തൊഴിൽ കിട്ടാൻ വേറെ മാർഗങ്ങളില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട, കേരളത്തിലേക്കൊക്കെ വരുന്ന ട്രെയിനുകൾ ഒരു റിസർവേഷൻ ഇല്ലാതെ കണ്ട ആയിരക്കണക്കിന് ആളുകൾ ആ ട്രെയിനിൽ കയറി തമ്പടിക്കുന്ന ഏർപ്പാടാണ് അവിടെ ഉള്ളത്. നമ്മൾ അവിടുന്ന് ട്രെയിനിനെങ്ങാൻ വരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ സ്ലീപ്പർ ക്ലാസ്സിനെങ്ങാൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ സാധ്യമല്ലാത്ത രീതിയിൽ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട്, ടിക്കറ്റ് എടുക്കാത്ത ആളുകളെ കൊണ്ട് നിറയുന്നൊരു സംസ്ഥാനം കൽക്കട്ടയാണ്. ഈ കൽക്കട്ട വിവേകാനന്ദൻ്റെ കൽക്കട്ടയാണ്. ഈ മറ്റേ കൽക്കട്ട എന്ന് പറയുന്നത് രാമകൃഷ്ണ പരമഹംസരുടെയും രാജാറാം മോഹൻ റോയുടെയും കൽക്കട്ടയാണ്. അങ്ങനെയുള്ളവയുള്ള രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൽക്കട്ടയാണ്. ഈ പറയുന്ന കൽക്കട്ട ഈ പതനത്തിലേക്ക് എത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരിക്കുന്ന ജ്യോതി ബാസുവും അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുന്ന മമതാ ബാനർജിയാണ്. അവരുടെ രണ്ടുപേരുടെയും ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതയും ഗുണ്ടായിസവും അതിൽ നിന്ന് ബംഗാളിനെ രക്ഷിക്കേണ്ട വലിയൊരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് സുവേന്ദു അധികാരിയെ സംബന്ധിച്ചുള്ളത്.